ഇന്നെന്താ പ്ലാനാണ്? നമ്മൾ ഡെസേർട്ട് പോവാണ്. ആകെ ടൈം പക്കിയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 4 മാസം മുമ്പ് നമ്മൾ സൗദിയിൽ നിന്ന് അൽബഹയിലേക്ക് ഫ്രണ്ട്സായിട്ട് ലാസ്റ്റ് ഒരു ട്രിപ്പ്, ഞാൻ നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ലാസ്റ്റ് ഒരു ട്രിപ്പ് പോകാന്ന് പറഞ്ഞിട്ട് പ്ലാൻ ആക്കി. അപ്പോൾ യാസറിനെ എന്ത് പറഞ്ഞു വിളിച്ചാലും ഓൻ വരും. ഓന് 12 മണിയാകുമ്പോൾ മനം കാണാണ്ട് ഉറക്കം വരില്ല. അപ്പോൾ ഓനെയും കൂട്ടിയിട്ട് അൽബഹയിലേക്ക് ബഹ്റ ജിദ്ദയിൽ നമ്മുടെ അടുത്തുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടത്തേക്കാ പോകുന്ന പറഞ്ഞിട്ട് ഓനെ അവിടെ നിന്ന് കൂട്ടി അൽബഹയിലേക്ക് കൊണ്ടുവന്നതാണ് ഇന്നത്തെ വീഡിയോ. ആണെങ്കിൽ ജിദ്ദയിൽ നിന്ന് ഒരു 60 കിലോമീറ്റേഴ്സ് 4 hour ഡ്രൈവ് ഉണ്ട്. പിന്നെ ഈ വ്ളോഗ് ഇടാൻ ലേറ്റ് ആയിട്ട് റീസൺ വ്ളോഗ് ചെറുങ്ങനെ പാളിപ്പോയി. അത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അതിൻ്റെ ഇടയിൽ ഞാൻ പറയാം. നമ്മളിന്ന് അൽബായ പോവാ. ഞാനും ഈ പോത്തും ആ പോത്തും. വേറൊരു പോത്ത് വീട്ടിലാണ്. ബട്ട് ഓനക്കറിയില്ല പോകാൻ കാര്യം. അപ്പോൾ ഒരു സിനിമാറ്റിക് ട്വിസ്റ്റിനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. എന്തിനാ റിവെഞ്ച് ആണെന്ന് പറയും. ആ സ്മീരജിനെ കൊളാബറേറ്റ് ചെയ്തില്ല. എനിക്ക് ജേസി തന്നില്ല. സ്മീരജിനെ എന്നെ ഡെയിലി ഊക്കല് അതിനൊരു പ്രതികാരം കൊടുക്കണം കൊറേ വിചാരിക്കുന്നത്. എനിക്ക് ബാഷയുടെ ജേസി ഇടുന്ന കിട്ടും പറഞ്ഞില്ല. കെഞ്ചി ചോദിച്ചു. എല്ലാരും കൈഫ് എനിക്ക് എന്തൊക്കെയാ അറിയാം. മാമക്ക് ഇപ്പം വിളിച്ചെന്നെ അരമണിക്കൂർ ചോദിക്കല്. നീ തമാമായ ഇന്നത്തെ പ്ലാൻസ് പറഞ്ഞു കൊടുക്കും. എന്താ പ്ലാനാണ്? നമ്മൾ ഡെസേർട്ട് പോവാണ്. ഡെസേർട്ട് പോയിട്ട് ബാങ്ക് ചില്ലിങ്. ഒന്നെങ്കിൽ ഒരാളെ കൈയൊടിയും, ഒരാളെ കാലൊടിയും. പിന്നെ നമ്മളില്ലേ കുളിക്കണ്ടേ? കുളി വേണം, ഫ്രീ കുളി. ആരാ നമ്പർ? നമ്പറും എല്ലാ നമ്പറും കൊടുത്തിക്കണം. ഫിറ്റ്നസ് ടൈം പറ്റിയില്ലെങ്കിൽ വിളിക്കാണ്ട് നോക്കിയാ മതി. ഓണറേ വരാ. നല്ല മനസ്സിലേ നല്ല മനസ്സിലായി. വീടിങ്ങനെ നമ്മളെ യാസറിന്റെ നല്ല പെട്രോൾ ഒക്കെ അടിച്ചു. ഞാൻ 19 വയസ്സുകാര് അല്ലടോ. ഈ കൊല്ലം 20 എനിക്ക് 20 പെണ്ണുകളെന്നെ പോലെ പോലെ ഫുൾ ടാങ്ക് ഉണ്ടായില്ലേ? കാണുന്നത് ഒരു ഒരു മണിക്കൂർ 23 മിനിറ്റ്. എനിക്ക് ഇഷ്ടമായി. തായ്ഫും ബാക്കി അറിയുള്ളൂ. അങ്ങനെയാണോ? ആണോ? ചെറുതായിട്ട് ഭൂമിയൂറിന്റെ അല്ലേ? എവിടെ നമ്മൾ 2-3 പ്രാവശ്യം പോയിട്ടുള്ളല്ലേ. പാട്ടിട് बचते ही चार शुरू काम दिन से रात तलक गिर यहाँ जन्म से ही तोड़े ഇവർക്കെല്ലാവർക്കും ഓരോ സങ്കടങ്ങൾ. ഈ കുട്ടീനെ ഡെയിലി ഊക്കാണ്. ആ കുട്ടിനെ കൊളാബറേറ്റ് ചെയ്തില്ല. എനിക്ക് ജേസിയും പറഞ്ഞില്ല.
നിങ്ങൾ നിങ്ങളെ സംഘടനകളുടെ പട്ടികയിലേക്ക് ആഡ് ചെയ്യൂ, എന്നിട്ട് പുറത്തുവരൂ. ഇനി പുറത്തുനിന്നു ഇതുവരെ ചെയ്ത എല്ലാ തെറ്റും ഇപ്പൊ ഉമ്ര ചെയ്ത പോലെയാണ് ജനിച്ചു കുട്ടിയെ നല്ല മനസ്സ് നമ്മള് പറയാതെ വന്ന അല്ല ഞങ്ങള് എനിക്ക് ധൈര്യമില്ല. നമുക്ക് താഴെ പോയി തിരിച്ചല്ല. അല്ല ഞാൻ കാര്യം പറഞ്ഞ നെഗോസിയേഷൻ അല്ലേ സീരിയസ്. പന്ത്രണ്ടിക്കാണ്ട് എത്തണം. നമ്മളവിടെ ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആൾക്കാരൊക്കെ വിളിച്ചിട്ട് എന്തൊക്കെ ആക്കിക്കണത് ഈ വരുമ്പോ അവിടെ വെൽക്കം ചെയ്യാൻ വേണ്ടി തെറ്റല്ലേ? വണ്ടിയിൽ നിന്ന് മറങ്ങി ചാടിയാലോ എന്ന് ചിന്തിക്കുന്നു. ചൈൽഡ് ലോക്ക് ഇട്ട് അൽബഹ എന്ന് പറഞ്ഞ അപ്പൊ കണ്ടിന്യൂ ചെയ്തിട്ട് എന്താ അൽബഹ നിങ്ങള് കഥയില് ട്വിസ്റ്റ് എത്തി. ഞാനിപ്പ അല്ലെങ്കിൽ ഞാനിങ്ങനെ കുത്തിരിക്കും. ഞാൻ എന്തിനില്ല ബ്ലാക്ക് മെയിലിംഗ്, ഒരു ബ്ലാക്ക് മെയിലിംഗ് അല്ല. ഇത് പുറത്തേക്ക് വരും യൂട്യൂബില്. ഒരു പ്രശ്നമില്ല. അതാണ് സ്മിരിച്ച് കുത്തി അതെ മാതിരില്ല. എന്തെങ്കിലുമൊക്കെ നല്ലതുണ്ടാവുമായിരിക്കും. ചിലപ്പോ എന്തെങ്കിലുമൊക്കെ നല്ലതുണ്ടാവും. അന്നൊന്നും കുട്ടി എവിടെ പറ്റില്ല. വിളിച്ചത് ബാറി പോകാനാണ്, അല്ലാതെ തായ്പ് പോകാനല്ല. തായ്പല്ല, അൽബൈ പോകാനല്ല. അന്നോണ്ട് ഞാൻ പറഞ്ഞില്ലേ വണ്ട് പരിപാടിയാണ്. വണ്ടി വരും. എന്റെ വീട്ടിൽ നിക്കാ അങ്ങനെ പറഞ്ഞില്ലേ, പിറ്റേ ദിവസം വരുമോ. ഏകദേശം മക്ക ബോർഡർ കഴിഞ്ഞ് അപ്പോൾ സ്മീരജ് വണ്ടി തിരിച്ച് നേരെ ജിദ്ദയിലേക്ക് തന്നെ വന്ന് യാസറിനെ വീട്ടിലിറക്കി. എന്നിട്ട് നമ്മൾ പിന്നെ ഒന്നും കൂടി അവിടെ നിന്ന് പോയി. ബാക്കി പിന്നെ കുറച്ച് സാധാ ഷോർട്സ് എടുത്തിട്ടുള്ളൂ, ബ്ലോഗൊന്നും എടുത്തിട്ടില്ല. അതിൻ്റെ ഇടയിലിടാം. അപ്പം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ. I was scared of dentists and the dark. I was scared of pretty